ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹർക്കാത്ത് ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രാവലിംഗ് വ്ളോഗ് ദുബായിലെ ഫ്രണ്ട്സുമായിട്ടാണ്. മുമ്പത്തെ എൻ്റെ വ്ളോഗിലുണ്ടായിരുന്ന അവരും പിന്നെ വേറെ ഫ്രണ്ട് കൂടിയുണ്ട്. അബ്ര കടന്ന് ദുബായ് ഓൾഡ് സൂക്കിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഹസ്ബൻഡ്സിൻ്റെ വർക്കിംഗ് ബിസിക്കിടയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് കുട്ടികളുമായി ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു പോകാറാണ് പതിവ്. 4 വർഷത്തെ ദുബായ് ലൈഫിനിടയിൽ എനിക്ക് കിട്ടിയ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അതിലുള്ളവരാണ് ഈ 2 പേര്, ലിസിതയും ഫൗസിത്തായും. ഇനിയും ഒരുപാടുണ്ട്. ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനിൽ നിന്നും കയറിയിട്ട് ഇവിടെ അൽ ഹുബൈബ മെട്രോ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചാൽ ഷെയ്ഖ് മ്യൂസിയവും അബ്ര കടന്ന് ഗോൾഡ് സൂക്കിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ബർദുബായിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ബർദുബായിലെ അൽ ഹുബൈബ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു പാർക്ക് കാണാം. പാർക്ക് എൻഡ് ചെയ്യുന്നിടത്താണ് ഹെറിറ്റേജ് മ്യൂസിയം ഒക്കെ. ഹെറിറ്റേജ് മ്യൂസിയം, ഷിന്തക മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹാദിയുടെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളായ സൂര്യയും കാശിയുമാണ്. ഈ പാർക്കിൽ എപ്പോൾ വന്നാലും റീൽസ് എടുക്കുന്നവരുടെ ഒരു തിരക്ക് കാണാം. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു പാർക്കാണിത്. ഷിന്തക മ്യൂസിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ. ഞങ്ങൾ അതിനുള്ളിലേക്ക് പോയില്ല. ഞങ്ങളുടെ ഔട്ടിങ് ലേറ്റ് ആയപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ പിന്നെ ഇതിനെല്ലാം ടൈം ഉണ്ടാകുമെന്ന് കരുതി ഷിന്തക മ്യൂസിയത്തിനുള്ളിലേക്ക് ഞങ്ങൾ പോയില്ല. പുറത്ത് നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നിന്നും തിരിച്ചു പോയി. പിന്നെ മ്യൂസിയത്തിനകത്ത് ഞങ്ങൾ മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണിത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു ഭാഗമായ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മക്തൂമിൻ്റെ പഴയ വീട് ഒരു മ്യൂസിയമാക്കി മാറ്റിയ ഒരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു ക്യാമലിൻ്റെ സ്റ്റാച്ചു കണ്ട്. അപ്പോൾ ബോയ്സൊക്കെ അവിടെ നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മക്തൂമിൻ്റെ ഹൗസ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഈ മ്യൂസിയത്തിലേക്ക് എൻട്രി ഫീ ഒന്നുമില്ല, തികച്ചും ഫ്രീ ആണ്. മക്തൂം ഫാമിലി പണ്ട് കാലത്ത് താമസിച്ചിരുന്ന ഒരു വീടാണിത്. അടിപൊളി സ്ട്രക്ചറാണ് ഈ വീട്. 1896 ഈ വീടുണ്ടാക്കിയത്. എമിറേറ്റുകളുടെ ട്രഡീഷണൽ ലൈഫ് നമുക്കിവിടെ കാണാൻ കഴിയും. ട്രഡീഷണൽ ലൈഫിൻ്റെ പല ആർട്സും ഇവിടെ കാണുന്നുണ്ട്. ആർട്സ് മ്യൂസിയം ആക്കിയത് കൊണ്ട് തന്നെ ഇതിന് ജുദൂർ ആർട്ട് സെൻറ്റർ എന്നൊരു മറ്റൊരു പേരുമുണ്ട്. അന്നത്തെ അവരുടെ ലൈഫ് സ്റ്റൈലും യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസും എല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. കൂടാതെ അന്നത്തെ അവർ യൂസ് ചെയ്തിരുന്ന റൂംസും മജ്ലിസും എല്ലാം അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കവർ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഈ വീടിൻ്റെ സൈഡിലാണ് ദുബായ് ക്രീക്ക് ഇങ്ങനെ പരന്നു കിടക്കുന്നത്. ഈ ക്രീക്കിൻ്റെ അപ്പുറത്താണ് ദേര. അവിടെയാണ് സ്പൈസ് സോക്കും ഗോൾഡ് സോക്കും ഒക്കെ ഉള്ളത്. ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. അബ്ര മറൈൻ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു അടിപൊളി ഫോട്ടോ എടുപ്പിച്ചു. ഒരു ഫോട്ടോക്ക് 2 ദിർഹംസ് ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത് അതിന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അബ്ര കടക്കാൻ വേണ്ടി പോയി. ഗോൾഡ് സോക്കിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അവരുടെ കൂടെ ഞങ്ങളും ജോയിൻ ചെയ്തു. പിന്നെ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ദുബായിൽ വിസിറ്റ് ചെയ്യുന്നവരാരും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവില്ല. ഈ ഒരു ബോട്ട് റൈഡിന് അവർ ചാർജ് ചെയ്യുന്നത് വെറും 1 ദിർഹം മാത്രമാണ്. ദുബായിലെ വളരെ പ്രശസ്തമായ ഈ ഒരു അബ്ര സർവീസ് പണ്ട് മുതലേ ഈ ഒരു 1 ദിർഹംസിനായിരുന്നു അവർ പേ ചെയ്തിരുന്നത്. ഇന്നും അത് തന്നെ 1 ദിർഹംസ് കണ്ടിന്യൂ ചെയ്യുന്നു.
പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ് ഫീൽ തരുന്ന ഒരു യാത്ര തന്നെയാണ്. ദുബായിൽ വിസിറ്റ് ചെയ്യുന്ന ആരും ഈ ഒരു സർവീസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദുബായിലെ മാറ്റത്തിനനുസരിച്ച് ഒരുപാട് സർവീസുകൾ വന്നിട്ടുണ്ടെങ്കിലും മെട്രോ ആയാലും ബസ്സായാലും എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു അബ്ര കടക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഇന്നും അതിന് ക്യൂ നിൽക്കുകയാണ്. എപ്പോൾ വന്നാലും ഇവിടെ വളരെ തിരക്കായിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ബോട്ട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഓൾഡ് സോക്കിൻ്റെ സ്റ്റേഷനിലെത്തി. ഇതൊരു കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റാണ്. ഇവിടെയാണ് സ്പൈസ് സോക്കും ഗോൾഡ് സോക്കും ഒക്കെ ഉള്ളത്. ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ബലദിയ സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ബോർഡ് കാണാം, സൂക്ക് റമദാൻ എന്ന് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ റമദാൻ ആകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസ്, വെറൈറ്റി ഷോസ്, പിന്നെ ഈ റമദാൻ ഡെക്കറേഷൻ ഐറ്റംസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു ചെറിയൊരു സൂക്കാണ്. അപ്പോൾ റമദാൻ ആകുമ്പോഴാണ് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നീട് പോവാമെന്ന് കരുതി ഞങ്ങൾ അവിടെയും പോയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് പോയാലാണ് ഗോൾഡ് സൂക്ക്. ഗോൾഡ് സൂക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇവിടേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു വലിയ റിങ്ങാണ്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു റിങ്ങാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. പിന്നെ ഗോൾഡ് സൂക്കിൽ വന്നാൽ പിന്നെ സ്വർണം കൊണ്ടുള്ള പല ഡ്രസ്സുകളും ഇവിടെ കാണാം. ഇപ്പോൾ ഞങ്ങൾ ഗോൾഡ് സൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്, ഇവിടെ ഒരു പർച്ചേസിങ് നടക്കുന്നുണ്ട് 500 ദിർഹംസിൻ്റെ. അതിൽ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നത് ഒരു ഗോൾഡ് സൈബർ ട്രക്കാണ്. അത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. ഇത് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും അതിശയമായിരുന്നു. 24 ക്യാരറ്റ് ഗോൾഡാണ് അത്ര ഈ ഒരു സൈബർ ട്രക്ക്. ഇന്ന് മക്കൾസ് എല്ലാം ഇൻട്രസ്റ്റോടെ വന്നത് തന്നെ ഈ ഒരു ഗോൾഡ് സൈബർ ട്രക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കണ്ട് ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ നിന്നും തിരിച്ചു പോന്നു. അപ്പോൾ അവിടെ പുറത്ത് ഇവിടെ ഒരു ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.